ഞാനൊരു കാര്യം താങ്കളോട് പറയട്ടെ, സൂംബ കളിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പമുണ്ടാകാൻ പോകുന്നത്? ഓക്കെ, സൂംബ കളി തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. എന്താണ് സൂംബ കളിച്ചാലുള്ള കുഴപ്പം? ഓക്കെ, സൂംബ എന്തുകൊണ്ട് സൂംബ മാത്രം, അത് താങ്കൾ പറയും. ഒരുപാട് അത് സർക്കാരിന്റെ തീരുമാനമാണ്. സൂംബയാണ്, സൂംബ ഡാൻസ് ആണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് സൂംബ കളിച്ചാൽ കുഴപ്പം? മറ്റു ഡാൻസുകൾ പോട്ടെ, സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? എന്തുകൊണ്ട് ചർച്ചയുണ്ടായില്ല? എന്തുകൊണ്ട് സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? എന്റെ ചോദ്യത്തിന് മറുപടി, സൂംബ കളിച്ചാൽ എന്താണ്? അത് പോട്ടെ, സൂംബ കളിച്ചാൽ എന്താണ്? സൂംബ മാത്രമാണെന്നുള്ളല്ലോ നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സൂംബ കളിക്കില്ല എന്നാണ് പ്രശ്നം. സൂംബ മാത്രമാണോ എന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ സൂംബ കളിക്കില്ല എന്നുള്ളതാണ്. സൂംബ കളിച്ചാൽ എന്താണ് പ്രശ്നം? മറുപടി. പിന്നെ താങ്കൾ പറഞ്ഞു, ഒരു മിനിറ്റ്, പിന്നെ താങ്കൾ പറഞ്ഞത് പ്ലഷർ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ പോകുന്നത്. ഏത് ആധികാരിക പഠനമാണ് പറഞ്ഞിട്ടുള്ളത് പ്ലഷർ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നതെന്ന്? അങ്ങനെ പറഞ്ഞിട്ടുള്ള ആധികാരിക പഠനം ഏതാണ്? എന്തിനാണ് താങ്കൾ സൂംബയെ മാത്രം എതിർക്കുന്നത്? എന്തിനാണ് സൂംബയെ മാത്രം എതിർക്കുന്നത്? രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് എന്തുകൊണ്ട് സൂംബ കളിച്ചുകൂടാ എന്നുള്ളതാണ്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇത് മാവോയുടെ കാലത്തുള്ള ചൈനയിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഗവൺമെന്റ് ഒരു കാര്യം നിശ്ചയിക്കും, ഗവൺമെന്റ് എന്ത് ചെയ്തു, നിങ്ങൾ നിർബന്ധമായിട്ടും ഷോർട്സ് ധരിച്ച് നടക്കണം. അങ്ങനെ ഒരു ഇമ്പോസ്ഡ് കൾച്ചറൽ ഫാസിസം അത് മാവോയുടെ കാലത്തുള്ള ചൈനയിലും അതുപോലുള്ള ഫാസിസ്റ്റ് കൾച്ചറൽ ഫാസിസത്തിലൊക്കെ നടക്കും. ജനാധിപത്യമാണ് ഇവിടെ എന്ത് കാര്യം നടപ്പിലാക്കുമ്പോഴും ചർച്ചകൾ വേണം. അതിനോട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പറയട്ടെ, അത് പൂർത്തിയാകട്ടെ. ഇത് സർക്കാരിന്റെ നിർബന്ധിത പരിപാടി, അതിനോടുള്ള ജനാധിപത്യ പരമായ പിന്നെ നിങ്ങളുടെ വിയോജിപ്പ് അതൊന്നല്ല പ്രശ്നം. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? അല്ല, അതൊക്കെ സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? ഡോക്ടർ അബ്ദുള്ള അബ്ബാസി അതിന് മറുപടി പറഞ്ഞില്ല. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? സൂംബ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു രൂപമാണ്. പിന്നെ ഏതൊരു കാര്യത്തിന്, ഇപ്പോ യോഗ എന്ന് പറയുന്നത് ഒരു വളരെ ബ്ലാങ്കിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കാര്യം, എല്ലാത്തിനും അതിൻ്റെതായ ഒരു കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സൂംബ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു പാട്ടിട്ട് എന്തെങ്കിലും തുള്ളി കളിക്കുക എന്നുള്ളതല്ല, അതിൻ്റെതായ കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടാവും. അതിനിപ്പോ ഇവിടെ യോഗ പറഞ്ഞു, യോഗയോട് വിയോജിക്കുന്ന ഒരുപാട് ആളുകളില്ലേ? യോഗ സ്കൂളുകളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയുന്ന യുക്തിവാദികൾ പോലും ഉണ്ട്, മതമില്ലാത്തവർ പോലും ഉണ്ട്. അതുപോലെ സൂംബ എന്നുള്ളതിന്റെ അതിന്റെ കൾച്ചറൽ എലമെന്റുകളോട് യോജിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കെ ജനാധിപത്യ രാഷ്ട്രത്തിൽ സൂംബയുടെ ഏത് കൾച്ചറൽ എലമെന്റിനോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ്? സൂംബ കൊണ്ടുവരുന്ന ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ കൾച്ചറാണ്. അതായത് നമുക്ക് വളരെ ചെറിയ ചില പ്ലഷർ നേടുന്നതിലൂടെ, ഈ ഡോപ്പമിൻ റഷുകളിലൂടെ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിലൂടെ നമുക്ക് അങ്ങനെ ജീവിച്ചു പോകാം. അങ്ങനെ ഒരു എൻജോയ്മെന്റ് കൾച്ചറിനെയാണ് സൂംബ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളാകട്ടെ അല്ലാത്തവരാകട്ടെ കുറച്ചുകൂടി ഒരു ലോങ് ടേം പ്ലഷർ സീക്കിംഗ് അല്ലെങ്കിൽ ലോങ് ടേം ഹാപ്പിനെസ് സീക്കിങ്ങിനെ വിശ്വസിക്കുന്ന അത്തരം ഒരു ലോക വീക്ഷണത്തെ വിശ്വസിക്കുന്ന ആളുകൾ ഡോക്ടർ അബ്ദുള്ള അബ്ബാസി, അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. അത് സംഗീതവും നൃത്തവും ഇടകലർത്തിയിട്ടുള്ള ഒരു വ്യായാമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിലെ സാംസ്കാരിക ഘടകങ്ങളുണ്ട്. ഞാൻ താങ്കളോട് അക്കാര്യത്തിൽ എനിക്ക് വിയോജിപ്പില്ല. അങ്ങനെ ഉണ്ട്. കാരണം അത് ഇവിടെ ഉണ്ടായതല്ല, അത് പുറത്തുനിന്ന് വന്നതാണ്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് താങ്കൾ ഇപ്പോഴും പറഞ്ഞില്ല. അതിന് വൈദ്യശാസ്ത്രപരമായി അതിൽ തെളിയിക്കപ്പെട്ടുള്ള അതിലെ പഠനങ്ങൾ തെളിയിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അംശം കുറയ്ക്കാൻ, നിങ്ങൾക്ക് ഹൃദ്രോഗ സംബന്ധമായതോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമായി അത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കാൻ, നിങ്ങൾക്ക് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമായ നൃത്ത സംഗീതവും ഇടകലർത്തിയുള്ള ഒരു വ്യായാമ മുറ എന്ന നിലയിൽ അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ പരീക്ഷണങ്ങളിലൂടെ അതിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ ചോദ്യം, അങ്ങനെ സൂംബ കളിക്കുന്നത് കൊണ്ട് എന്താണ് ഇവിടെ ഇല്ലാതാകുന്നത്? എന്താണ് ഇവിടെ നഷ്ടപ്പെടുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കൾച്ചറൽ എലമെന്റുകളോട് വിയോജിക്കുന്ന ആളുകൾക്ക് അതിന് വിട്ടു നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനോട് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. പിന്നെ നേരത്തെ താങ്കൾ ചോദിച്ചു, പക്ഷേ അതിൽ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു മിനിറ്റ്, ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം എന്നാണ്. ആൺ പെൺ കൂടിക്കലർന്ന് അതാണോ നിങ്ങളുടെ പ്രശ്നം? ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുള്ള ഒരു നൃത്ത സംഗീത വ്യായാമ മുറ എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അതോ അല്പവസ്ത്രം എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? ഏത് സാംസ്കാരിക ഘടകത്തോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ്? ഇവിടെ പറഞ്ഞല്ലോ, വസ്ത്രത്തിന്റെ വിഷയം പറഞ്ഞു, വസ്ത്രവും ഇടകലരും അതെല്ലാം വിഷയം തന്നെയാണ്. അത് മാത്രമല്ല വിഷയം. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ കോർ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അല്ല എന്നുള്ളതാണ്.
സൊല്യൂഷൻ ആണെങ്കിലല്ലേ നിങ്ങൾ പറഞ്ഞല്ലോ കഥകളി കളിക്കുന്നതിനെ കുറിച്ച് നമുക്ക് അസംബന്ധം എന്ന് പറയും, അതേപോലെ അല്ല കഥകളി കളിക്കുന്നതിനെ കുറിച്ചല്ല അസംബന്ധം എന്ന് പറഞ്ഞത്, താങ്കളുടെ കമ്പാരിസൺ ആണ് അസംബന്ധം പറഞ്ഞത്, അസംബന്ധം എന്ന് പറഞ്ഞത്. കഥകളി കളിക്കുന്നതിനെ കുറിച്ചല്ല അസംബന്ധം എന്ന് പറഞ്ഞത്, താങ്കൾ അതിനെ താരതമ്യം ചെയ്ത രീതിയാണ് അസംബന്ധം, താങ്കളുടെ സമീപനത്തിലാണ് ഞാൻ അസംബന്ധം എന്ന് പറഞ്ഞത്. നമ്പർ 1. നമ്പർ 2 ഒരു മിനിറ്റ് ലഹരിക്കെതിരായിട്ടുള്ള ഏറ്റവും ശാശ്വതമായ പരിഹാരം എന്ന നിലയിലല്ല സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരുന്നത്. ലഹരിക്കെതിരെ നടത്തുന്ന പല വിധത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി കുട്ടികളിൽ മാനസികോല്ലാസം ഉണ്ടാക്കാൻ, പഠനങ്ങളുടെ നിന്നും മറ്റ് കുടുംബപരമായ പ്രശ്നങ്ങളിലും അവർ അനുഭവിക്കുന്ന സമ്മർദ്ദമുണ്ടെങ്കിൽ, മാനസികമോ ശാരീരികവുമായ സമ്മർദ്ദമുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു ലൈറ്റർ വേയിലുള്ള പരിഹാരം എന്ന നിലയിലാണ്, പരിഹാരങ്ങളിൽ ഒന്ന് എന്ന നിലയിലാണ്. അല്ലാതെ ഈ സൂംബ കളിച്ചവരൊക്കെ ലഹരി വിമുക്തരാകും എന്ന് പറഞ്ഞിട്ടല്ല സർക്കാർ ഈ സംവിധാനത്തിൽ ഈ ഒരു പദ്ധതിയെ കൊണ്ടുവരുന്നത്. പക്ഷെ നിങ്ങൾ എതിർക്കുന്നത് മറ്റു പല കാരണങ്ങളും പറഞ്ഞാണ്. അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആ പരിഹാരം ഏതെങ്കിലും രൂപത്തിൽ ആവണം എന്ന് മാത്രമല്ല അതിന്റെ കൾച്ചറൽ എലമെന്റുകളോട് വിയോജിക്കുന്ന ആളുകൾക്ക്, നേരത്തെ പറഞ്ഞു വസ്ത്രം പറഞ്ഞു, അതുപോലെ തന്നെ അതിന്റെ മ്യൂസിക് പറഞ്ഞു, അതുപോലെ തന്നെ ഇടകലർ പറഞ്ഞു, ഇതിനോടൊക്കെ വിയോജിക്കാം. ഇതൊക്കെ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നിങ്ങൾക്ക് അതിനോട് യോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ താങ്കൾ ഇരുത്തി വെച്ച് ഈ ചർച്ച നമ്മൾ ചെയ്യുന്നത്. അതെ ഞങ്ങളത് പറയും, അത് പറയുമ്പോഴേക്ക് അത് തീവ്രവാദമാണെന്ന് ആരും പറയും. അത് ഡിവൈഎഫ്ഐയുടെ നേതാവൊക്കെ അത് പറഞ്ഞതെങ്കിൽ അതൊക്കെ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അത് ഏത് ചാപ്പെട്ടാലും ശരി അത് പറയുക തന്നെ ചെയ്യും. പക്ഷെ ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കോർ പ്രോബ്ലത്തിനുള്ള പരിഹാരമാവുന്നേ ഇല്ല. എൻജോയ്മെന്റ് അല്ലെങ്കിൽ പ്ലഷർ സീക്കിംഗ് ആണ് ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിന്റെ കാരണം എന്നുള്ളത് ഞാൻ വെറുതെ പറയുന്നല്ല. സയൻസ് ന്യൂറോ സയൻസ് ഈ കോർ പ്രോബ്ലത്തിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ താങ്കൾ എന്താ പറയുക, സ്വിച്ചിട്ട പോലെ ഈ കാര്യങ്ങളൊക്കെ നിൽക്കുമെന്നാണോ? അങ്ങനെയാണെങ്കിൽ റോഡിലെ കുഴികൾ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കോർ പ്രോബ്ലം ഉള്ള അതിന് എന്ത് പരിഹാരം ചെയ്യുന്നത്? നിങ്ങൾ എന്ത് പ്രതിഷേധം നടത്തുന്നത്? നിങ്ങൾ ഏത് കോർ പ്രോബ്ലം? ഇവിടെ എന്താ സർക്കാർ പറഞ്ഞത്? ഡോക്ടർ അബ്ദുള്ള ബാസി ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കരുത്. ഇവിടെ എന്താണ് സർക്കാർ പറഞ്ഞത്? സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം ന്യായം എന്താണ്? കുട്ടികൾ പലപ്പോഴും ഈ പറയുന്ന ലഹരിയുടെ അടിമയാകുന്നതോ ലഹരിയിലേക്ക് വഴിതെറ്റിപ്പോകുന്നതോ അതിന് മാനസികമായിട്ടുള്ള കാരണങ്ങളുണ്ട്, അവരുടെ ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുണ്ട്. അത് കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം, വീട്ടിൽ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദമാകാം, കുട്ടികൾക്ക് മറ്റ് വിനോദ ഉപാധികൾ ഇല്ലാതെ പോകുന്നതാകാം. അങ്ങനെ പല സാമൂഹികവും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള പല സമ്മർദ്ദങ്ങളുണ്ട്. അതിനെ അതിജീവിക്കാൻ പല മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ അവർക്കൊരു ലൈറ്റർ വേയിൽ അവരുടെ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള സർക്കാരിൻ്റെ ഒരു ശ്രമം, അതുകൊണ്ട് ഇതൊരു നല്ല സംവിധാനമാണ് എന്ന നിലയിൽ അവർ പറയുന്നു. സൂംബ ഡാൻസ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അവിടെയാണ് പറഞ്ഞത്. ഒന്നാമത് ഇവിടെ ഈ സ്ട്രെസ് എന്നുള്ളതല്ല, കുട്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്ലഷർ സീക്കിംഗ് ആണ്. ഇത് താങ്കൾ അതിന്റെ ശാസ്ത്രീയ വശം ചോദിച്ചു, എന്നെ പറയാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഏത് ന്യൂറോ സയൻസിന്റെ ബേസിക്സ് അറിയുന്ന, അതിന് പേപ്പറുകൾ വേണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ അയച്ചു തരാം. ഏത് ന്യൂറോ തെറ്റായിട്ടാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ ചോദിച്ചതല്ല, ലഹരിയിലേക്ക് കുട്ടികൾ പോകുന്നത് പ്ലഷർ സീക്കിംഗ് മാത്രമാണെന്ന് ഏത് ആധികാരിക പഠനമാണ് തെളിയിച്ചത്? ന്യൂറോ സയൻസിൽ പറഞ്ഞ താങ്കൾ ഡോപാമിൻ ഉണ്ടാകുന്നതും പ്ലഷർ സീക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഡോക്ടർ അബ്ദുള്ള ബാസി, പ്ലഷർ സീക്കിംഗ് ഈസ് എ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്. അതുകൊണ്ട് അതൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ഇതിനുള്ള കാരണമെന്ന് ആധികാരികമായി തെളിയിച്ചിട്ടുള്ള പഠനം ഏതാണ്? യു ടെൽ മീ. യെസ്, ഞാനത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ലഹരിയിലേക്ക് പോകുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയാണ്. മനുഷ്യന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാനാണ്. അവിടെ ലഹരി എന്ന് പറയുന്നതിനെ മറ്റൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് അത് പരിഹാരമാവില്ല എന്നുള്ളതും താങ്കൾ അവിടെ ചോദിച്ചു. പിന്നെ പരിഹാരം എന്ന് പറഞ്ഞാൽ സ്വിച്ചിട്ട് നടക്കുന്നല്ല ഞങ്ങൾ പറഞ്ഞത് ഇത് വളരെ ആഴത്തിലുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ സ്വിച്ചിടൽ മാതിരി എവിടെയെങ്കിലും വാർത്തയാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വിവാദം ഉണ്ടാക്കാനോ ഒക്കെ സൂംബ കളിപ്പിച്ചത് കൊണ്ടൊന്നും ഇതിന് പരിഹാരമാവില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്.